അപ്പൂ, അപ്പൂട്ടാ, അപ്പൂട്ടാ. മുത്തശ്ശി, എന്താ മോനു, എന്താ പറ്റിയേ? ഒരു മൂടില്ല. അയ്യോ, എന്ത് പറ്റിയേ? നോക്കട്ടെ. വാ വാ വാ. കിടക്ക്. മുത്തശ്ശിന് കുട്ടിന് എന്താ പറ്റിയേ? എന്തു പറ്റിയേ? മുത്തശ്ശി, കുട്ടനൊരു കഥ പറഞ്ഞ മുത്തശ്ശി. കഥയോ? ഏത് കഥയാ കേൾക്കേണ്ടത്? അത് മുത്തശ്ശിക്ക് ഇഷ്ടമുള്ള കഥ. പണ്ട് പണ്ട് ഒരിക്കൽ ഒരിടത്ത് വളരെ സ്നേഹനിധിയായ ഒരമ്മയും മകനും ജീവിച്ചിരുന്നു. എന്താ മുത്തശ്ശിയാ മോൻ്റെ പേര്? നമുക്കവനെ അപ്പൂന്ന് തന്നെ വിളിക്കാം. അമ്മയ്ക്ക് അപ്പൂന്ന് പറഞ്ഞ വളരെ ജീവനായിരുന്നു. അപ്പു ആണെങ്കിലോ അമ്മയാണ് ഈ ലോകത്ത് അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്. അച്ഛനെക്കുറിച്ച് ഒരു ഓർമ്മ പോലും ഇല്ലാതിരുന്ന അപ്പുവിന് എല്ലാം അവൻ്റെ അമ്മയായിരുന്നു. കുളിപ്പിക്കാനും ഉണ്ണുവാനും ഉറങ്ങുവാനും അവന് അമ്മ തന്നെ വേണം. അങ്ങനെ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഓരോ ദിവസങ്ങളും നീങ്ങിക്കൊണ്ടേയിരുന്നു. അപ്പു വലിയ മോനായി. അങ്ങനെ ഒരു ദിവസം നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ശരി. ശരി. അപ്പുവിന് അമ്പലത്തിൽ കണ്ട ആ സുന്ദരി കുട്ടിയെ ഒത്തിരി ഇഷ്ടമായി. അപ്പോ ഭഗവാനോട് എന്തൊക്കെ പറഞ്ഞു? നന്നായിട്ട് പ്രാർത്ഥിച്ചോ കുട്ടാ? അവൻ്റെ മനസ്സ് മുഴുവനും അവളെക്കുറിച്ചുള്ള ചിന്ത മാത്രമായി. ഐ എം സോറി, ഇന്നലെ അങ്ങനെ സംഭവിച്ചു പോയി. എനിക്ക് ഭയങ്കര പേടിയാ, അതുകൊണ്ടാട്ടോ. സോറി. അതെ, എനിക്ക് എന്താ പറയാ, എൻ്റെ മനസ്സിലിപ്പോൾ ഇയാൾ മാത്രമേ ഉള്ളൂ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. ഹേയ്, വാട്ട് യു മീൻ? നോ നോ. അപ്പു അല്ലേ അത്? എന്താ പ്രശ്നം? അയാൾക്ക് വട്ടാ. ദേവി, എനിക്കവളെ വേണം. മനസ്സ് മുഴുവൻ അവളെ. അത്രയ്ക്ക് ഇഷ്ടമായി പോയി. എനിക്കവളെ വേണം.
എന്നെ ഒന്ന് മനസ്സിലാക്കൂ. എൻ്റെ മനസ്സ് മുഴുവൻ നീയാണ്. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എനിക്ക് നിന്നെ വേണം. എൻ്റെ കൂടെ വരുമോ? വരാം, ഞാൻ വരാം, നിന്റെ കൂടെ വരാം. പക്ഷേ നിന്റെ അമ്മയെ കൊന്ന് അമ്മയുടെ കരൾ എനിക്ക് കൊണ്ടുതരോ? എന്നാൽ ഞാൻ നിന്റേതാകാം, നിന്റെ കൂടെ വരാം. കുട്ടാ, വാ വന്ന് ചോറ് കഴിക്ക്. നിനക്കിഷ്ടപ്പെട്ട ചെമ്മീൻ ചമ്മന്തിയും പപ്പടവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാ വന്ന് കഴിച്ചോളൂ. എന്താ കുട്ടാ കണ്ണ് നിറയുന്നേ? എരിക്കുന്നുണ്ടോ? എന്നാ വെള്ളം കുടിക്ക. എന്നാ ഇനി പപ്പടം കൂട്ടി കഴിക്കാം. കുട്ടാ, ഞാനൊന്ന് കിടന്നോട്ടെ. അമ്മ ഇത്തിരി നേരം കിടക്കാൻ പോവാ. കുട്ടിന് വേണമെങ്കിൽ അമ്മയുടെ കൂടെ വന്ന് കിടന്നോ. വേണ്ടമ്മേ, അമ്മ പോയി കിടന്നോളൂ. മോനെ, വല്ലതും പറ്റിയോ കുട്ടാ? ഇതാ ചമ്മയുടെ കരള്. ഞാനമ്മയെ കൊന്നു. നിനക്ക് വേണ്ടി ഞാനമ്മയെ കൊന്നു. വാ എന്റെ കൂടെ, എനിക്ക് നിന്നെ വേണം. വാ വാ എന്റെ കൂടെ വാ. വേണ്ട, എനിക്ക് നിന്നെ വേണ്ട. എന്നെ സ്വന്തമാക്കാൻ വേണ്ടി നിന്നെ ജീവന തുല്യം സ്നേഹിച്ച നിന്റെ അമ്മയെ നീ കൊന്നു. നാളെ മറ്റാർക്കെങ്കിലും വേണ്ടി നീ എന്നെയും കൊല്ലും. പോ, എനിക്ക് നിന്നെ കാണണ്ട. എനിക്ക് നിന്നെ കാണണ്ട. പോവാനല്ലേ പറഞ്ഞേ? അങ്ങനെ ആ മകൻ